നിതീഷ് കുമാറിനെ ഞാൻ ആത്മാർത്ഥതയില്ലാത്തൊരു സമീപനമായിരുന്നു നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് നിതീഷ് കുമാറിന് ഇങ്ങനെ ഒരു മുൻകൂട്ടി പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിതീഷ് കുമാറാണ് ഓരോ നേതാക്കളെയും വീടുകളിൽ പോയി കണ്ടത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആരെയും കണ്ടിട്ടില്ല, സോണിയാഗാന്ധി ആരെയും വിളിച്ചിട്ടില്ല. നിതീഷ് കുമാറാണ് മമതാ ബാനർജിയെ പോയി കാണുന്നത്. ജനുവരി 13 വരെ ഇറിറ്റേറ്റഡ് ആയിരുന്നില്ല. അപ്പം നിതീഷ് കുമാർ ഓരോ ആളുകളെയും കാണുകയും ഈ പറയും മഹാരാഷ്ട്രയിൽ പോകുന്നതും ശരത് പവാറിനെ കാണുന്നതും ഉദ്ധവ് താക്കറെ കാണുന്നതും പിന്നെ എല്ലാവരുമായിട്ടും സംസാരിക്കുന്നതും നിതീഷ് കുമാറായിരുന്നു. അപ്പം നിതീഷ് കുമാർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അത് ഞാൻ ഈ പറയുന്ന കണക്കുകളാണ്. അന്ന് അയോധ്യയില്ല, ആ സമയത്ത് അയോധ്യയില്ല, 6 മാസം മുമ്പുള്ള ഒരു ഘട്ടമാണ്. അയോധ്യ ഫോർസീ ചെയ്യുന്നുണ്ട്. അയോധ്യ വന്നാലും ഇത്തരത്തിലുള്ളൊരു അരിത്മെറ്റിക്സ് വർക്ക് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിതീഷ് കുമാറിന്റെ ആ ഇനിഷ്യേറ്റീവിനെ പൂർണ്ണമായും പിന്നോട്ടടിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്. അതിന് സംശയമില്ലല്ലോ. കാരണം വെച്ചാൽ ആണ് ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ 1996 ഏറ്റവും നല്ല ഉദാഹരണം. 1996 നരസിംഹറാവു സർക്കാർ പോയതിനു ശേഷം രാജ്യത്തൊരു ആന്റി കോൺഗ്രസ് ആന്റി BJP വികാരമുണ്ടാകുന്നു. BJP അപ്പോഴും ഒന്നാം കക്ഷി കേട്ടോ. BJP ഒന്നാം കക്ഷിയായിട്ട് വരുന്നു. വാജ്പേയി സർക്കാർ 13 ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 13 ദിവസം ഭരിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടാനാകാതെ പോയി. അപ്പോഴാണല്ലോ പുതിയൊരു മുന്നണി ഉണ്ടാകുന്നത്. ആ മുന്നണിയിൽ എന്താണ് കോൺഗ്രസ് എടുത്ത നിലപാട്? കോൺഗ്രസ് പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് JDU അവിടെ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ദേവു അവിടെ പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തത്. കോൺഗ്രസിൽ ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല ആ മന്ത്രിസഭയിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാറിയുന്നുണ്ട്. കോൺഗ്രസിന് ഇനിയും ഈ പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ പരിപൂർണമായ വിശ്വാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടില്ല. അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ രീതിയിൽ ഓരോ പാർട്ടികളും അതത് സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിനെ പിന്നെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു ആശയത്തിന് പകരം സെൻട്രൽ സ്റ്റേജ് പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. ആ സെൻട്രൽ സ്റ്റേജ് പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ആദ്യത്തെ അടി സംഭവിച്ചത് ഈ 4-5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അതിൽ നിന്നും പാഠം പഠിക്കാതെ ഈ ന്യായ യാത്രയിൽ പോലും ആരെയും ഷോക്കേസ് ചെയ്യുന്നില്ല. പിന്നെയും രാഹുൽ ഗാന്ധി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യായ യാത്രയിൽ ചെയ്യേണ്ടിരുന്നത് ഈ നേതാക്കളെല്ലാം അണിനിരത്തണമായി. ഇപ്പോൾ ആകെ അണിനിരക്കാൻ പോകുന്നത് ബീഹാറിൽ നാളെ തേജസ്വി യാദവും. അത് ബീഹാറിൽ ഒരു പ്രത്യേക സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ലാലു പ്രസാദ് യാദവ് എല്ലാ കാലഘട്ടത്തിലും BJP വിരുദ്ധ നിലപാടെടുത്തിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ച പോലെ അതിനപ്പുറത്തേക്ക് വേറൊരു രാഷ്ട്രീയ RJDക്ക് സാധ്യവുമല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞത് ഒരുമിച്ച് നിന്നാൽ ഉണ്ടാക്കുന്ന നേട്ടത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ മാറിയിട്ടുണ്ട്. ഒന്നുകിൽ പ്രലോഭനം അല്ലെങ്കിൽ ഭീഷണി. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാൾ പറയുന്നത് ഓരോ 9 MLA-മാരെ BJP സമീപിച്ചു. ഓരോരുത്തർക്കും 25 ലക്ഷം വീതം തരുമെന്നാണ് പറയുന്നത്. 25 കോടി 25 ലക്ഷം ചെറിയ പൈസ അല്ല, ഓരോരുത്തർക്കും 25 ലക്ഷം. ഒരാൾക്ക് 25 കോടിയോ? അവർ നാണം കെട്ട് തലകുനിച്ചു പോകും. ഡൽഹിയിലിരുന്ന് കാണുന്നില്ല. 100 കോടിയൊക്കെയാണ് മഹാരാഷ്ട്രയിലൊക്കെ ഓഫർ. 25 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ 25 ലക്ഷം. ശരി, എന്തായാലും കോടിയും ലക്ഷം ഒരു കണക്കിനൊക്കെ 25 ലക്ഷം പൈസയാണല്ലോ. എന്തായാലും അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത്? സർക്കാർ ഇപ്പോൾ വീഴും, കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലാകും, അതുകൊണ്ട് ഈ സർക്കാർ അധികം നിൽക്കില്ല, അതുകൊണ്ട് വേഗം BJPക്കൊപ്പം ചേർന്നോളൂ എന്നാണ് പറയുന്നത്. ഇത് പ്രലോഭനമാണ്. അപ്പുറത്ത് ഭീഷണിയുമുണ്ട്, EDയുടെ ഭീഷണിയുണ്ട്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയും ഒന്നിച്ചു നിൽക്കുക എന്നുള്ള സാഹചര്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. Meet the editors.